മോഡലിലേക്ക് കൊണ്ടുവന്നിട്ട് അവന്മാർ എപ്പോഴും കോസ്റ്റ് കട്ട് ചെയ്യുന്നത് റോ മെറ്റീരിയൽസിലായിരിക്കും. റോ എൻഫീൽഡിലെ ഏറ്റവും വലിയ പോരായ്മ അത് തന്നെയാണ്. ഇതേ സെയിം സംഭവം തന്നെയാണ് AVL എഞ്ചിനകത്തും പറയാനുള്ളത്. എൻ്റെ റോ എൻഫീൽഡ് ഞാൻ നേരെ വർക്കിന് രാവിലെ കൊണ്ടുപോയി നേരെ CMS കോളേജിൻ്റെ അവിടെ പോയിട്ട് ഡോക്ടറെ കാണാനുണ്ട്. CMS കോളേജിൽ പോയിട്ട് ഞാൻ ബൈക്ക് വെക്കുന്നു, ഒരു കുഴപ്പമില്ലാതെ ഓടിച്ചു പോയ ബൈക്ക് തിരിച്ചു വന്നിട്ട് കിക്ക് ചെയ്തിട്ട് അനക്കമില്ല. സെൽഫില്ലാത്ത മോഡലാണ്, കിക്ക് തന്നെ ചെയ്തെടുക്കണം. കംപ്രഷൻ അടിച്ചു നോക്കി ഒരു രക്ഷയില്ല, വണ്ടി അനങ്ങുന്ന പോലുമില്ല. നേരെ അടുത്തുള്ള തള്ളാൻ പറ്റത്തില്ലല്ലോ, നേരെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ ഇത് ബുള്ളറ്റ് ആണ്, പക്ഷേ ഞങ്ങൾ പുതിയത് പണിയത്തില്ല, പഴയതേ പണിയത്തില്ല, ഇലക്ട്രോണിക് ബുള്ളറ്റ് എന്തോ പ്രത്യേകത ഉണ്ടെന്നും പറഞ്ഞ് അവർ കൈയൊഴിഞ്ഞു. നേരെ വണ്ടി നേരെ AC കയറ്റി നേരെ ഞാൻ കോട്ടയത്തു നിന്ന് നമ്മുടെ ചാലൂക്കുന്ന് കഴിഞ്ഞൊരു സ്റ്റോപ്പുണ്ട്, അവിടെ ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ബുള്ളറ്റ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ആ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ആ ചേട്ടൻ പറഞ്ഞു 3 ദിവസം വേണമെന്ന് പറഞ്ഞു. 3 ദിവസം വെച്ചു. 3 ദിവസം വെച്ച് കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു പറയണം, തിരക്ക് കഴിഞ്ഞ് പുള്ളി ചെന്നപ്പോഴത്തേക്കും എനിക്കൊരു കോയിൽ എന്ന് പറഞ്ഞ സാധനം ഒരു കൈ തന്നു പറഞ്ഞു ഇത് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഈ കോയിൽ തപ്പി ഞാൻ പോയപ്പോഴാണ് പിന്നെ മനസ്സിലായത് ഓരോ വർഷവും ഓരോ ടൈപ്പ് കോയിലാണ് വന്നേക്കുന്നത്. 2003 മോഡലാണ് എൻ്റെ ബൈക്ക്. 2003 കോയിലല്ല, 2004 കോയിൽ. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. സോ ഈ സെയിം കോയിൽ തന്നെ നമ്മൾ നോക്കി മേടിച്ചില്ലെങ്കിൽ ഒരിക്കലും സ്യൂട്ട് ആവത്തില്ല. അപ്പോൾ കുറെ നടന്ന് അതിന്റെ കോയിൽ കിട്ടി മേടിച്ചിട്ടു, വണ്ടി ഓടാൻ തുടങ്ങി, പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ തന്നെ നമ്മൾ നല്ല ത്രസിപ്പിക്കുന്ന യാത്രാ സുഖമായിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് എറണാകുളം അല്ലെങ്കിൽ തിരുവനന്തപുരം ഒക്കെ വരെ പോയിട്ട് സുഖമായിട്ട് തിരിച്ചോടിച്ചു വരാൻ പറ്റുന്ന രീതിയിലുള്ള കംഫർട്ടാണ് ഈ ഒരു AVL എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ലോങ് ഒക്കെ പോകാൻ ഭയങ്കര ഉത്സാഹമാണ് ഈ ഒരു തണ്ടർബേർഡും കൊണ്ട്. ഞാൻ ഈ പറഞ്ഞ പ്രസ്തുത തണ്ടർബേർഡ് കൊണ്ട് ഞാൻ 350 UCE എഞ്ചിനല്ല പറഞ്ഞ AVL എഞ്ചിൻ. സോ അങ്ങനെ കുറേയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും ഓട്ടത്തിനിടയ്ക്ക് ഒരു 10:30-11 മണിക്ക് പിന്നെ ഒരു മിസ്സിങ് വന്നു, വണ്ടി ഓഫായി പോയി. മിസ്സിങ് വന്ന സാധാരണ ഞാൻ നേരത്തെ ഉപയോഗിച്ചുള്ള കരിസ്മയ്ക്കാണ്. കരിസ്മയ്ക്കകത്തൊക്കെ മിസ്സിങ് വന്ന കാർബോറേറ്ററിനകത്ത് 2 തട്ട് കൊടുത്താൽ ഓണായി വരും. ഇതിനങ്ങനെയല്ല, മിസ്സിങ് വന്നിട്ട് വണ്ടി ഫുള്ളായി ഡെഡായി പോവാണ്. പിന്നെ ആ കോയിലിനെ കത്തിപ്പോയി, പിന്നെയും മാറ്റിയിട്ടു. അങ്ങനെ 2-3 പ്രാവശ്യം കോയിൽ കത്തിപ്പോയപ്പോഴത്തേക്കും എനിക്ക് മതിയായി. അങ്ങനെയാണ് ഞാൻ നമ്മുടെ തണ്ടർബേർഡ് AVL കൊടുത്തത്. പ്ലസ് ഞാൻ ആദ്യം എടുത്തപ്പോൾ വിചാരിച്ചു ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്ക് ഇല്ല, ഡ്രം ബ്രേക്കാണ്. ഡ്രം ബ്രേക്കിന് മുടിഞ്ഞ വലിപ്പമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതനുസരിച്ചുള്ള സ്റ്റോപ്പിംഗ് പവർ കാണും, അപ്പോൾ ഭയങ്കര സേഫ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ വീടിനപ്പുറത്തുള്ള ചേട്ടൻ പുതിയ സിറ്റിയൊക്കെ എടുത്തിട്ട് പോകുന്ന വഴിക്ക് പുള്ളി ഒന്ന് ബ്രേക്ക് പിടിച്ചു, ഞാനും ബ്രേക്ക് പിടിച്ചു. സിറ്റി കറക്റ്റായിട്ട് നിന്നു. എൻ്റെ തണ്ടർബേർഡ് സിറ്റി ഇടിച്ച് അതിൻ്റെ ബമ്പറെല്ലാം കൂടെ ഒടിഞ്ഞ് 2 പീസ്. 10-23,000 രൂപയാണ് അന്ന് ബില്ല് വന്നത്. പിന്നെ പുള്ളി എൻ്റെ ഒരു നിപ്പ് കണ്ടിട്ട് കഷ്ടം തോന്നിട്ട് പുള്ളി പറഞ്ഞൊന്നും തരണ്ട, പിന്നെ പുതിയ വണ്ടി ആയതുകൊണ്ട് ക്ലെയിം ചെയ്തെടുക്കാനും എളുപ്പമായി.